തന്നെയും തന്റെ കുടുംബത്തെയും ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അണിയറയിൽ നടന്നതായാണ് ES ബിജിമോളുടെ വെളിപ്പെടുത്തൽ. പോളിംഗിന്റെ ദിവസം ഇടതുമുന്നണി പ്രവർത്തകർ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാൻ ശ്രമമുണ്ടായി. ഇതിനെ ഗൂഢാലോചന നടത്തിയവർ ഒപ്പമുള്ളവർ തന്നെയാണെന്നും ബിജിമോൾ പറഞ്ഞു. മരുന്നുപേട്ടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പോളിംഗിന്റെ ഉണ്ടാക്കിയ ഭക്ഷണത്തിനകത്ത് ഭക്ഷ്യവിഷബാധയുണ്ടായി. നിങ്ങളെല്ലാവരും ആശുപത്രിയിലേക്ക് പോകുന്നു. ഇവിടുത്തെ പോളിംഗ് കുളമാകും. സ്വാഭാവികമായി ഇത് മറ്റു ബൂത്തുകളിലും അഫക്ട് ചെയ്യും. അങ്ങനെ വരെയും പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നറിയണം. തന്റെ വിശുദ്ധി തെളിയിക്കാൻ അഗ്നിശുദ്ധി വരുത്താൻ തയ്യാറാണ്. എന്നാൽ അതിനു പകരം തന്നെയും ഭർത്താവിനെയും പ്രായപൂർത്തിയാകാത്ത 2 മക്കളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളും അതിനുള്ള ഗൂഢാലോചനകളുമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മണ്ഡലത്തിൽ ചിലർ നടത്തിയതെന്ന് ബിജിമോൾ പറഞ്ഞു. എന്നെ മാത്രം പോരാ, എന്റെ ഹസ്ബൻഡിനെയും 2 കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി ഇലക്ഷൻ കാലത്ത് കൊലപ്പെടുത്താൻ പ്ലാൻ ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാനും ആയതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന തിക്തഫലങ്ങളായിരുന്നു. താൻ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായി 16 പേജുള്ള ലേഖനം തയ്യാറാക്കി കോപ്പികൾ വിതരണം ചെയ്തവർ വരെയുണ്ട്. അവരെ താൻ വെല്ലുവിളിക്കുന്നു. കത്തെഴുതി എന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി എഴുതി തയ്യാറാക്കി കൊടുത്തവന്റെ പേരടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ ഇടം ഉണ്ടെങ്കിൽ, അങ്ങനെയല്ല ഞാൻ വിശുദ്ധനാണ് എന്നുണ്ടെങ്കിൽ കോടതി കൊണ്ട് മാനനഷ്ട കേസിന് ഫയൽ ചെയ്യണം. ഞാൻ വിശുദ്ധനാണ്, ഞാനല്ല ഇതിന്റെ പിന്നിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ച മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയുന്നതിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ മരുതുംപെട്ടിയിൽ LDF സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ബിജിമോൾ വെളിപ്പെടുത്തൽ നടത്തിയത്. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.